ഡൊമസ്റ്റിക് ക്രിക്കറ്റിലും ഇന്റർനാഷണൽ ക്രിക്കറ്റിലും ഒക്കെ ആയിട്ട് ഒരുപാട് മത്സരങ്ങൾ ക്രിക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിന് ഇന്ത്യൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നടന്ന ഒരു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകനായിട്ടുള്ള രോഹിത് ശർമ്മ അറ്റൻഡ് ചെയ്തത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇന്ന് കഴിഞ്ഞ ആ പ്രസ് കോൺഫറൻസിൽ രോഹിത് ചാമ്പ്യൻസ് ട്രോഫി നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂർണമെൻ്റ് ആണ് എന്ന് പറയുന്നതിനോടൊപ്പം നമ്മുടെ ടീമിൽ എന്തിനാണ് ഇത്രയധികം സ്പിന്നേഴ്സ് എന്നുള്ള ചോദ്യത്തിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൂടി രോഹിത് നൽകുന്നുണ്ട്. ഐ ഡോണ്ട് സി ആസ് 5 സ്പിന്നേഴ്സ്. ഞാൻ ഇതിനെ ഒരു 5 സ്പിന്നർമാരായിട്ട് കാണുന്നൊന്നുമില്ല. ആകെ 2 സ്പിന്നർമാർ ടീമിലുള്ളതായിട്ടാണ് ഞാൻ കാണുന്നത്. മറ്റുള്ളവരെല്ലാം ഓൾറൗണ്ടേഴ്സ് ആണ്. അത് നമ്മുടെ ബാറ്റിംഗ് യൂണിറ്റിന് ഡെപ്ത് നൽകുന്നുണ്ട്. അതായത് സ്പിന്നർമാരുടെ എണ്ണം കൂടിപ്പോയി എന്നുള്ള ആക്ഷേപത്തിൽ വലിയ കഴമ്പില്ല. 5 സ്പിന്നർമാരായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം, പക്ഷേ ഞാൻ ആകെ 2 സ്പിന്നേഴ്സായിട്ടേ കണക്കാക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഓൾറൗണ്ടേഴ്സ് ആണ്. അത് നമ്മുടെ ബാറ്റിംഗ് യൂണിറ്റിന് ഡെപ്ത് നൽകും എന്ന് രോഹിത് വിശ്വസിക്കുന്നുണ്ട്. അതുകൂടാതെ പിന്നീട് അടുത്തതായിട്ട് രോഹിത് പറഞ്ഞിരിക്കുന്ന കാര്യം, എന്തുകൊണ്ട് ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റനായി എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി കൂടി രോഹിത് പറയുന്നുണ്ട്. ഗില്ലിന്റെ കാര്യം പറയുന്നത്, ഗിൽ ഈസ് എ ക്ലാസി പ്ലെയർ, നമ്പേഴ്സ് ആർ ക്രേസി. ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഗിൽ ഒരു ക്ലാസി പ്ലെയർ ആണ്. അവന്റെ നമ്പേഴ്സ്, അതായത് കരിയർ അച്ചീവ്മെന്റ്സ് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അവനെ വൈസ് ക്യാപ്റ്റൻ ആക്കിയതിൽ വലുതായിട്ട് ചിന്തിക്കുകയോ ആശങ്കപ്പെടുകയോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവന് നല്ല ക്വാളിറ്റി ഉണ്ട്. അവന്റെ നമ്പേഴ്സും ഫിഗേഴ്സും കറക്റ്റ് ആയതുകൊണ്ടാണ് അവൻ വൈസ് ക്യാപ്റ്റനായി വന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഇപ്പം പാകിസ്ഥാനും ന്യൂസിലൻഡും തമ്മിലുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഗ്ലെൻ ഫിലിപ്സിന്റെ മാരക പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. 3 പേരാണ് ഇന്ന് പാകിസ്ഥാനെതിരെ ന്യൂസിലൻഡിന് വേണ്ടി സെഞ്ചുറി അടിച്ചത്. ടോം ലാഥം 104 പന്തിൽ നിന്ന് 118 നോട്ടൗട്ടായി നിൽക്കുന്നു. വില്യങ് 113 പന്തിൽ നിന്ന് 107 റൺസ് എടുത്തു. പിന്നീട് ഗ്ലെൻ ഫിലിപ്സ് 39 പന്തിൽ 61, 2 പേരെ സെഞ്ചുറി അടിച്ചുള്ളൂ കേട്ടോ. ഞാൻ ഈ ഗ്ലെൻ ഫിലിപ്സ് അടിച്ച് തൂക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഈ മത്സരത്തിന് ശേഷമുള്ള ആ ഒരു ടോക്ക് ഉണ്ടല്ലോ, ആ ടോക്കിനിടയിൽ നമ്മുടെ സൈമൺ ഡുള്ള് ഗ്ലെൻ ഫിലിപ്സിനെ കുറിച്ച് പറഞ്ഞത്, ഫിലിപ്സ് ടേക്സ് 800 പുഷപ്സ് എന്നിടെ. കുഴപ്പമില്ല, ഫിലിപ്സിന്റെ ആ ഒരു മികവ് നമ്മൾ പന്ത് കൊണ്ടായാലും മീൻസ് ഫീൽഡിലായാലും ബാറ്റിങ്ങിലായാലും ആ ഒരു മികവ് എടുത്ത് കാണിക്കപ്പെടുന്നുണ്ടല്ലോ. ഏതായാലും വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കോൺവേ ക്ലീൻ ബോൾഡ് ചെയ്ത് നമ്മുടെ പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ നിന്ന് പറഞ്ഞു വന്നൊരു പയ്യൻ. സോ ക്രിക്കറ്റ് വളരെ മനോഹരമായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ക്രിക്കറ്റ് ചാനൽ ഞാൻ കറക്റ്റാക്കാം എന്ന് പറഞ്ഞ് കറക്റ്റാക്കുന്നില്ല. സോ ഇനി ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ചാമ്പ്യൻസ് ട്രോഫിയുടെ 2025 ചാമ്പ്യൻസ് ട്രോഫിയിൽ ബില്യങ് ബിക്കം ദ ഫസ്റ്റ് ബാറ്റർ ടു സ്കോർ 100 ഇൻ ചാമ്പ്യൻസ് ട്രോഫി. അതായത് ഈ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിൽ ആദ്യത്തെ സെഞ്ചുറി നേടുന്ന താരമായിട്ട് ബില്യങ് മാറിയിട്ടുണ്ട്. അതാണ് ക്രിക്കറ്റ് ലോകത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്.